ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. 102 ലോക്സഭാ മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്കെത്തും. നിശബ്ദ പ്രചാരണ ദിവസമായി ഇന്ന് ഓരോ വോട്ടും ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികളും പാർട്ടികളും സജീവമാണ്. അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നാളെ മുതൽ അതിന്റെ ഭാഗതയും എഴുതി തുടങ്ങുകയാണ്. ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 വരെ 44 ദിവസങ്ങൾ നീളുന്ന ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് ആരംഭമാകുന്നത്. 7 ഘട്ടങ്ങളിലായി 543 സീറ്റുകളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ നാളെ 102 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 8 കേന്ദ്രമന്ത്രിമാർ, 2 മുൻ മുഖ്യമന്ത്രിമാർ, 1 മുൻ ഗവർണർ എന്നിവരടക്കം 1625 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിലും 5 സീറ്റുള്ള ഉത്തരാഖണ്ഡിലും നാളെ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും. പോളിംഗ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടാതെ 127 നിരീക്ഷകർ, 67 പോലീസ് നിരീക്ഷകർ, ചെലവ് നിരീക്ഷിക്കാൻ 167 പേരെയുമാണ് നിയോഗിച്ചിരിക്കുന്നത്. 400-ൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിടുന്ന NDA കഴിഞ്ഞ തവണ ലഭിച്ച 40-ൽ നിന്ന് സീറ്റെണ്ണം കൂട്ടാനാകുമെന്ന പ്രതീക്ഷയിലാണ്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP ആദ്യഘട്ടത്തെ നേരിടുന്നത്. രാജസ്ഥാനിലെ 12 സീറ്റുകളിലും പടിഞ്ഞാറൻ UP-യിലെ 8 സീറ്റുകളിലും മാറിയ ജാതി സമവാക്യങ്ങളിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. 60 സീറ്റുകൾ മാത്രമുള്ള ചെറു സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ തുടർഭരണം എളുപ്പമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. മുഖ്യമന്ത്രി പേമ ഖണ്ഡു അടക്കം 10 സീറ്റുകളിൽ എതിരില്ലാതെ വിജയിച്ചതോടെ ഭരണമുറപ്പിക്കാൻ BJPക്ക് 21 സീറ്റുകൾ മതി. 32 സീറ്റുകളുള്ള സിക്കിമിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിലാണ് പ്രധാന പോരാട്ടം. 2 സംസ്ഥാനങ്ങളിലും ജൂൺ 2-നാണ് വോട്ടെണ്ണൽ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.